അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വോൺ വുൾഫിൻ്റെ വീഡിയോ ആണ്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രീ ഫയറിൽ നിന്ന് തന്നെ എടുത്തതാണ്. എനിക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതേ കണ്ടോളി. ഇപ്പം ഇതന്നെ വഗ്. ഓക്കെ, അപ്പോൾ അവനാണ് ഓപ്പണിനുള്ള പ്ലെയറാണ്. ഗണ്ണെടുക്കുന്ന ന്യൂബനൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലെയേഴ്സിനെ. അവനാണെന്നെ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് വെച്ചാൽ ഡെസേർട്ടുകളും കാലൊക്കെയാണ്. നമ്മൾ പിന്നെ പ്യൂവർ ഇൻ്റർനാഷണൽ ഷോട്ടാണല്ലോ ഡെസേർട്ടുകളൊക്കെ അടിക്കുന്നത്. ഫസ്റ്റ് തന്നെ ട്രാഗ് ചെയ്ത് കൊടുത്തു, കയറിയില്ല. രണ്ടാമത് കൊടുത്തു, കയറിയില്ല. പിന്നെ ട്രാഗ് ചെയ്തപ്പോൾ ഒരു 71 കയറി. പിന്നീട് ഒരു കിഡിലും പോലത്തെ ഒരു വണ്ടാ പിടിച്ച് മാസ് കാണിച്ച് വിട്ടിട്ടുണ്ട് ഇറക്കനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അറിയാതെ ഞാൻ കയറിയതായിരിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഗൈസ്. ഇത് ഷാഡോ ആണ്. പ്യൂവർ ഇൻ്റർനാഷണൽ ഷോട്ടായിരിക്കും. ഈ രണ്ടാമത്തെ റൗണ്ടിലും നമ്മൾ OP ഹെഡ് ഷോട്ട് കാലൊക്കെയാണ് അടിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടോളി. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ തന്നെ നിന്നു. അവൻ ഈ ഡാം വന്നു. ഞാൻ ട്രാഗ് ചെയ്തു, പക്ഷെ എനിക്ക് ഡാം വന്നു. പിന്നീട് ഞാൻ ഹീൽ ചെയ്യുമായിരുന്നു. അവനപ്പോൾ എന്നെ കണ്ടില്ല. അവൻ പിന്നെ താഴോട്ട് തന്നെ പോയി. പിന്നെ ഒരു 71 കൊടുത്തു. പിന്നെയും കയറിയില്ല. പിന്നെ ഇവിടുത്തെ ഞാൻ പിന്നെ സ്പീഡ് ക്യാറ്റർ നേരെ റഷ് ചെയ്തു. പിന്നീട് ഞാൻ ട്രാഗ് ചെയ്തു, പക്ഷെ അവൻ അവിടെ പോയി ഒളിച്ചിരുന്നു. പിന്നെ ഞാൻ ട്രാഗ് ചെയ്ത് കിട്ടിയില്ല. പിന്നെ ഒരു കണ്ടോ, പിന്നെ നാളെ ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടി ഞാൻ കൊടുത്തു. വിഷമ തീർത്തെടുത്തു. അമ്മാതിരി OP ലെവൽ ഹെഡ് ഷോട്ടും കാലൊക്കെയാണ്. പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ട് ഞാൻ 2 ഡബിൾ AWM കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ AWM ന്യൂബനായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മളൊരു അക്ഷയ് പ്രോൻ്റെ ഒരു മീഡിയം ലെവൽ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ AWM വെച്ച് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാനായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കയറി വന്നാൽ ചാടി ഒരു 150 കൊടുത്തു. പിന്നീട് ഒരു അടി അടിക്കാൻ നിന്നപ്പോൾ ഗ്ലൂ ഇട്ടു. പിന്നീട് ഞാൻ സ്പീഡ് ക്യാരക്ടർ ഇട്ട് വന്നു. ഇപ്പോൾ തന്നെ ഒരു അടിയും കൊടുത്ത് ചെറുക്കനെ അങ്ങ് അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും അവന് OP ഹെഡ് ഷോട്ടും കാരണമൊക്കെയാണ്. ഈ ഒരു ഹെഡ് ഷോട്ട് കാരണമൊക്കെ നിന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് അതിലും ലൈക്കും ചെയ്തില്ലെങ്കിൽ വളരെ മോശം തന്നെയാണ്. അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഫസ്റ്റത്തെ ആ ഒരു മൂന്നാമത്തെ റൗണ്ട് ഗൈസ് ഇതുണ്ടോ. നാലാമത്തെ റൗണ്ടിൽ ആവുന്ന കിഡിൽ നമ്മൾ സ്കോപ്പ് ഇട്ട് ഒരടി അടിച്ചു. ജസ്റ്റ് മിസ്സാണിത്. ആ എറിയുടെ തല പൊളിഞ്ഞെന്ന് അമ്മാതിരടി. പിന്നെ ആ ഒരു അടി കൊടുത്തു, പക്ഷെ കയറിയില്ല. പിന്നീട് ഞാൻ 150 ഇപ്പോൾ കൊടുക്കും. അതായത് 150 അതാണ് ഒരു 150 കൊടുത്തു. പിന്നീട് അതിനെ സോണിയൊക്കെ അപ്പോൾ ഒരടിയും കൊടുത്തു. അവരങ്ങ് തീർന്നിട്ടുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. 8 HP അവനെ തീർത്ത് വിട്ടത്. പിന്നീട് അഞ്ചാമത്തെ റൗണ്ടിൽ അവൻ M80 ആണ് എടുത്തേക്കുന്നത്. M80 ഇപ്പം എനിക്ക് എന്നാന്നറിയത്തില്ല. നേരത്തെ എനിക്ക് നല്ല വശമുള്ള ഗൺസാണ് M80 എന്ന് വെച്ചാൽ. നിങ്ങൾ നേരെ ഇപ്പം ഈ കാലമായിട്ട് M80 ഒന്നും എടുക്കാറില്ല. UMP AWM അങ്ങനത്തെ ഉള്ള ഡെസേർട്ട് അങ്ങനത്തെ ഉള്ള ഗൺസെല്ലാം എടുക്കുന്നത്. ഇത് ന്യൂ ആയിട്ട് തോംസൺ ഇപ്പോൾ പുതിയ സ്കോപ്പൊക്കെ വന്നുണ്ട്. M80 വെച്ച് എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഹെഡൊന്നും കയറുന്നില്ല. നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്നത്, പക്ഷെ കയറുന്നേ ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ 2 നേരെ കുത്തി പിടിച്ചങ്ങ് കയറ്റി വിട്ട്. അപ്പോൾ കുറച്ച് റെഡ് കയറി. ഞാൻ വിചാരിച്ചു അവനപ്പോൾ അവിടുന്ന് പോയത്. അവൻ ബാക്കിലുണ്ടായിരുന്നു. എനിക്കപ്പോൾ കൺഫ്യൂഷനൊക്കെ. പിന്നെ ഞാൻ പിന്നെയും ചുറ്റിക്കറങ്ങി ബാക്കിലേക്ക് വന്നു. ബുദ്ധിമാനെ. ഞാൻ പിന്നെ ഒരു അടി കൊടുത്തിട്ട് അവൻ ചത്തില്ല. പിന്നെ എനിക്കൊരു പ്യുവർ ഇൻ്റർനാഷണൽ അടി എനിക്ക് വന്ന്. അവനൊരു 6 HP ഉള്ളായിരുന്നു. ചുടി തൊട്ടാൽ മാത്രം മതിയായിരുന്നു. കുഴപ്പമില്ല, നമ്മളല്ലേ കളി സിമ്പിളായിട്ട് എടുക്കാതെ. റെഡ് നമ്പർ വെച്ച് തോപ്പിച്ച റെഡ് നമ്പർ തന്നെ വെച്ച് നമുക്ക് തോപ്പിച്ചാൽ മതിയാത്തുള്ളല്ലേ. നാണക്കേടാണല്ലോ. പണ്ടത്തെ പ്യൂവർ M80 ഗോഡായിരുന്നു നമ്മൾ. നമ്മളോടാണ് ഇവൻ M80 തന്നെ തോപ്പിക്കുക. അങ്ങനെ അവൻ കയറി വന്നത് സർപ്രൈസ് അടി. അവൻ പോലും വിചാരിച്ചിട്ടില്ല. പുതിയ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.